ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ ജീവനക്കാരികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ ഒളിവിലാണ്. അതേസമയം ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനും ജാമ്യം അനുവദിച്ചു. ക്രൈംബ്രാഞ്ചിന്റെ സമർത്ഥമായ അന്വേഷണത്തിലാണ് തങ്ങളുടെ ഭാഗത്തെ സത്യവും ജീവനക്കാരുടെ ഭാഗത്തെ കളവും ബോധ്യപ്പെട്ടതെന്ന് നടൻ കൃഷ്ണകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. ജീവനക്കാർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല, നിയമപരമായ പോരാട്ടം തുടരുമെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. സാരംഗ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ച റിപ്പോർട്ടിൽ ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനുമെതിരെ യാതൊരു തെളിവുമില്ല. എന്നാൽ ജീവനക്കാരികൾ ഈ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിൻ്റെ തെളിവുകൾ തെളിവുകൾ ലഭിച്ചതായിട്ടുള്ള കണ്ടെത്തലായിരുന്നു ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. നിലവിൽ 3 ജീവനക്കാരികളുടെയും ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്യുന്ന നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം ഉടൻ തന്നെ കടക്കുമോ? തീർച്ചയായും തുടക്കം മുതൽ തന്നെ ഒരു കൗണ്ടർ കേസായിരുന്നു ഈ ജീവനക്കാരികൾ തിരിച്ചു നൽകിയത്. അതായത് ഇത്രയും വലിയ 60 ലക്ഷത്തിലധികം രൂപ സ്ഥാപനത്തിൽ നിന്നും തട്ടിയെടുത്തു എന്നൊരു കേസായിരുന്നു ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. അതിലൊരു ഒത്തുതീർപ്പിനും അത്തരത്തിലൊരു മധ്യസ്ഥ ചർച്ചയ്ക്കും ശേഷം പരാതിയുമായി മുന്നോട്ട് പോയപ്പോഴായിരുന്നു ഈ കൃഷ്ണകുമാറും ദിയാകൃഷ്ണയും തങ്ങളെ തട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് സ്ത്രീത്വത്തെ അഭിമാനിച്ചു, അതുപോലെ തന്നെ അവിടുന്ന് ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു എന്ന തരത്തിലുള്ളൊരു പരാതിയുമായി ഈ ജീവനക്കാർ മുന്നോട്ട് വന്നത്. അത്തരത്തിലുള്ളൊരു കേസിലാണ് നിർണായകമായൊരു വഴിത്തിരിവുണ്ടായത്. ഈ 3 ജീവനക്കാരികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ സെഷൻ കോടതി തള്ളിയിരിക്കുന്നത്. ഈ വിനീത, ദിവ്യ, രാധ എന്നീ 3 ജീവനക്കാരികളാണ് ഈ തട്ടിപ്പ് പ്രധാനമായും നടത്തിയതെന്നാണ് കോടതി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. 60 ലക്ഷത്തിലധികം രൂപ ഈ സ്ഥാപനത്തിൽ നിന്നും ഒരു വർഷത്തിലധികം സമയമെടുത്ത്, അതായത് ഘട്ടം ഘട്ടമായി QR കോഡിൽ മാറ്റം വരുത്തി അവരുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് ഈ സ്ഥാപനത്തിൽ നിന്നും കസ്റ്റമേഴ്സ് നൽകുന്ന പണം സ്വന്തം അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇവർ ഈ തട്ടിപ്പിൻ്റെ ആഴം മനസ്സിലാക്കിയിരുന്നില്ല. തുടർന്ന് വിശദമായ അന്വേഷണത്തിലോ അതിനുശേഷം ഓഡിറ്റിംഗിലും അടക്കമാണ് ഇത്രയും വലിയൊരു തുക ഈ അക്കൗണ്ടിൽ നിന്നും, അതായത് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും മാറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്. നിലവിൽ ഈ 3 ജീവനക്കാരികളും ഒളിവിലാണ്. ഈ ജീവനക്കാരികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുൻകൂർ ജാമ്യാപേക്ഷ ഇതേപോലെ തന്നെ ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും നൽകിയിരുന്നു. ഈ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഇവർക്കെതിരെ തെളിവുകളൊന്നുമില്ല, വെറുതെ കൗണ്ടർ കേസ് മാത്രമായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. അത്തരത്തിൽ തന്നെയായിരുന്നു പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും പറഞ്ഞിരുന്നത്. അത്തരത്തിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനും ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതും ഒപ്പം ഈ 3 ജീവനക്കാരികൾക്കും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു. ഈ ജീവനക്കാരികൾ ഒരാളുടെ ഭർത്താവിന് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഈ 3 ജീവനക്കാരികളെയും ഇനി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് ഇനി കടക്കുന്നത്. സാരംഗ്, ഈ കൗണ്ടർ കേസിന്, അതായത് ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനുമെതിരായിട്ടുള്ള കൗണ്ടർ കേസിന് പിന്നിൽ മറ്റൊരു ഗൂഢാലോചന ഉണ്ടോ? അതിന് പിന്നിൽ ഈ ജീവനക്കാരികളുടെ ഒരു ബുദ്ധി ആകാൻ സാധ്യതയില്ല. ഇവരെ രാഷ്ട്രീയപരമായി പോലും തുടക്കത്തിൽ വേട്ടയാടിയ ഒരു കേസ് കൂടിയാണത്. കാരണം കൃഷ്ണകുമാർ 3 ജീവനക്കാരികളെയും തട്ടിക്കൊണ്ടുപോയി, പിന്നീട് ജാതീയമായി അധിക്ഷേപിച്ചു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. അതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് കൂടി സംശയിക്കേണ്ടതല്ലേ? തീർച്ചയായും. കാരണം തട്ടിക്കൊണ്ടുപോകൽ എന്നതിലുപരി തന്നെ ആ സമയത്ത് വിളിച്ച് മോശമായി ദിയാകൃഷ്ണയുടെ ഭർത്താവ് സംസാരിച്ചു, അതേപോലെ തന്നെ മറ്റു രീതിയിലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി എന്നൊക്കെ പലതരത്തിൽ ഇവരെ ദിയാകൃഷ്ണയെയും കൃഷ്ണകുമാറിനെയും കള്ളക്കേസിൽ കൊടുക്കാനുള്ളൊരു നീക്കങ്ങൾ പോലും പലതവണ ഉണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് CI വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്ന് കൃഷ്ണകുമാർ തുടക്കത്തിൽ തന്നെ നമ്മോട് പങ്കുവച്ചിരുന്നു. വളരെ തൻ്റെ ഭാഗം കേൾക്കാനോ തൻ്റെ ഭാഗത്തെ ന്യായം മനസ്സിലാക്കാനോ ഉള്ളൊരു നീക്കം പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ ഇതിന് പിന്നിലൊരു ഗൂഢാലോചന കൃഷ്ണകുമാർ തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ജീവനക്കാരുകളുടെ ഇടയിൽ നിന്നും ഇത്തരത്തിലൊരു കൗണ്ടർ കേസ് വരിക എന്ന് പറയുന്നത് അത്ര സാധാരണമായി കണ്ടുവരുന്നൊരു സംഭവ വികാസമല്ല. കാരണം ഇത്തരത്തിലുള്ളൊരു കൗണ്ടർ കേസ് കൊടുക്കുക, അതും കള്ളക്കേസ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം വിശദമായ അന്വേഷണം ഉണ്ടാകും. കൃഷ്ണകുമാർ, ദിയാകൃഷ്ണയൊക്കെ സെലിബ്രിറ്റികളാണ്. ഇവരുടെ കേസുകളിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകും. മാത്രമല്ല, എളുപ്പത്തിൽ, അതായത് ഇത്തരത്തിലൊരു കള്ളക്കേസ് കൗണ്ടർ കേസായിട്ട് കൊടുക്കുമ്പോൾ അത് എളുപ്പത്തിൽ പോലീസിന് കണ്ടെത്താൻ കഴിയുമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിൽ ഇവരെ ഒരു കേസിൽ കൗണ്ടർ കേസ് കൊടുക്കുക എന്നുള്ള, അതിൽ ഇവരെ സമൂഹത്തിലൊരു മോശം പിക്ചർ ഉണ്ടാക്കുക എന്ന തരത്തിലേക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു നീക്കം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ തന്നെ ഇതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് തുടക്കം മുതൽ തന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ
ഈ കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന തരത്തിലേക്കുള്ള നടപടികൾ കടക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവുകയാണ്. ഇനിയുള്ള പോലീസ് അന്വേഷണത്തിലാണ് ഇതിന് പിന്നിലുള്ള മറ്റ് ശക്തികൾ എന്തൊക്കെയാണ്, ഈ കേസിന് പിന്നിൽ ഈ ജീവനക്കാരികളുടെ പിന്നിൽ വേറെ എന്തെങ്കിലും ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് വ്യക്തമാവുള്ളൂ കേട്ടോ. എസ് സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.